മലപ്പുറം കാളികാവിലെ കടുവയ്ക്ക് വേണ്ടിയുള്ള ഇന്നലത്തെ തെരച്ചിൽ ആരംഭിച്ചു. പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറകൾ പരിശോധിക്കുകയാണ്. ക്യാമറകൾ പരിശോധിച്ച ശേഷം കൂടുവയ്ക്കാനുള്ള നടപടി തുടങ്ങും. യൂനിസ് വിവരങ്ങളുമായി ചേർന്നു. യൂനിസ്, ഇപ്പോഴെന്താണ് നടക്കുന്നത്? അജിൻസ് 8 ദിവസം മുമ്പാണ് ഇവിടെ ഒരു ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടത് കടുവ ആക്രമണത്തിൽ. അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെയും പ്രത്യേകിച്ച് പാന്ത്ര മേഖലയിൽ, കേരള എസ്റ്റേറ്റിന് സമീപത്തുള്ള പാന്ത്ര മേഖലയിൽ തെരച്ചിൽ തുടരുന്നു. ഈ ഭാഗത്താണ് ഇന്നലെ നാട്ടുകാർ കടുവയെ കണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ വനം വകുപ്പ് ഇവിടെ തെരച്ചിൽ തുടങ്ങിയിരുന്നു. ആ സാഹചര്യത്തിൽ അവിടെ കടുവയെ കണ്ടെത്താനായില്ല. ഇന്നും ആ മേഖലയ്ക്ക് വനം വകുപ്പ് തെരച്ചിൽ തുടരുന്നത്. വിവിധ ക്യാമറകൾ പരിശോധിച്ച് കൂടുകൾ വെക്കാനുള്ള ഒരു നീക്കത്തിലാണ് വനംവകുപ്പ് ഉള്ളത്. ഇന്നലെ തെരച്ചിലിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് നിലമ്പൂർ ഡിഎഫ്ഒക്ക് പരിക്കേറ്റിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സംഘങ്ങൾ 4 സംഘങ്ങളായി തിരിച്ചാണ് ഇപ്പോൾ ദൌത്യം നടക്കുന്നത്. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഒരുപാട് തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയില്ല. 8 ദിവസമായി ഇവിടെ കടുവയുടെ സാന്നിധ്യമുണ്ടായിട്ട് ഇപ്പോഴും കണ്ടെത്താനാകാത്ത വലിയ ആശങ്കയിലാണ്. കുട്ടികൾക്കുൾപ്പെടെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. വലിയ പ്രതിസന്ധിയാണ് നാട്ടുകാർ പറയുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, കടുവയുടെയും പുലിയുടെയും ആ ഒരു ഇടയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ വ്യഥയും വേദനയും അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സംഘങ്ങളെ കൊണ്ടുവരാനാണ് വനം വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. വനം വകുപ്പ് പറയുന്നത് കാരണം ഒരു വീഴ്ചയുമില്ല, കാരണം മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. പരിശോധന പുരോഗമിക്കുകയാണ്. 8 ദിവസമായി തുടരുന്നു. പക്ഷേ കടുവയെ കണ്ടെത്താനാകുന്നില്ല. പക്ഷേ 8 ദിവസമായും കടുവയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്.